ഇനി കൊച്ചിയിലേക്ക് പോവുകയാണ്. കൊച്ചിയിൽ വൻ സൈബർ തട്ടിപ്പ് സംഘം പിടിയിലായിരിക്കുന്നു എന്ന ഒരു വാർത്ത വരികയാണ്. ഓപ്പറേഷൻ സൈഹണ്ടിൽ 3 വിദ്യാർത്ഥികളാണ് അറസ്റ്റിലായത്. തട്ടിപ്പിലൂടെ ലഭിച്ച പണം അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുന്നതിനിടെയാണ് പ്രതികൾ കുടുങ്ങിയത്. ഏലൂർ സ്വദേശി അഭിഷേക് വിജു, വെങ്ങോല സ്വദേശി ഹാഫിസ്, എടത്തല സ്വദേശി അൽത്താഫ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് ഇന്നലെ മാത്രം പിൻവലിച്ചത് 6 ലക്ഷത്തിലേറെ രൂപയാണ്. കൂടുതൽ വിദ്യാർത്ഥികളുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. നമുക്ക് കുറെ ഗെയിമിംഗ് ആപ്പിൽ കൂടെ കുറെ പൈസ ട്രാൻസാക്ഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ ആ പൈസ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി അവരുടെ അക്കൗണ്ടിന്റെ ലിമിറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് വേറെ അക്കൗണ്ടുകൾ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ അക്കൗണ്ടുകൾ ഇവർ വാങ്ങുന്നതും. ആ അക്കൗണ്ട് വാങ്ങുന്ന സമയത്ത് അവർക്ക് കുറച്ച് പൈസ കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് മറ്റു കുറെ സ്റ്റുഡൻസ് ഇവർക്ക് അക്കൗണ്ടുകൾ ഏൽപ്പിച്ചത്. നെക്സ്റ്റ് ഇദ്ദേഹത്തിനോടൊപ്പം വേറെ ഒരാൾ കൂടെ, ഒരു അൽത്താഫ് എന്നയാളുണ്ട്. അയാൾ കൂടെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇവർ ഈ വിഡ്രോളുകൾ ചെയ്യുന്നത്, വേറെ അക്കൗണ്ടുകളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വേറെ കുറച്ച് ആൾക്കാരുടെ നിർദ്ദേശം പ്രകാരമാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ കൂടെ പിടിക്കാനുണ്ട്, അറസ്റ്റ് ചെയ്യാനുണ്ട്. ഈ അഭിഷേകിന്റെ അക്കൗണ്ട് ആൾറെഡി ഒരു 4 സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൈബർ തട്ടിപ്പുകളിൽ ആ അക്കൗണ്ട് ഇൻവോൾവ് ആയിട്ടുണ്ട്. ബാക്കി ഇതിന്റെ വിവരങ്ങൾ നമ്മൾ അന്വേഷണത്തിലൂടെ മനസ്സിലാവും. അപ്പോൾ ഇപ്പം നമ്മൾ അവരുടെ പ്രാഥമിക അന്വേഷണത്തിലൂടെ നമുക്ക് മനസ്സിലായത് ഒരു 10ഓളം അക്കൗണ്ട് ഇവരുടെ കയ്യിലുണ്ട്. ഇനി കൂടുതലുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇവർക്ക് ഈ അക്കൗണ്ടുകൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ആ പൈസയിൽ നിന്ന് ഓരോ ട്രാൻസാക്ഷൻസ്ക്ക് ഇത്ര കമ്മീഷൻ വെച്ചിട്ടാണ് ഇവർക്ക് തരുന്നതും. മറ്റ് ഇതിനകത്ത് കുറെ USDTയുടെ ട്രാൻസാക്ഷൻസ് കൂടെ ഉള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അന്വേഷണം പ്രാഥമിക സ്ഥിതിയിലാണ്. കുറച്ചുകൂടി നല്ല രീതിയിൽ അന്വേഷിച്ചാൽ നമുക്ക് നല്ല വിവരങ്ങളെല്ലാം കിട്ടും. കൂടുതൽ വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥികൾക്ക് അറിയുന്നില്ല ഇവർ ഇത്തരത്തിലുള്ള അവർ കൊടുക്കുന്ന അക്കൗണ്ടുകൾ വലിയ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ നടത്താൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നത്. അപ്പോൾ ഈ അറസ്റ്റ് ചെയ്ത എല്ലാ ആൾക്കാർ വിദ്യാർത്ഥികൾ തന്നെയാണ്. സൈഹണ്ടിൽ ഇന്നലെ മാത്രം 263 പേരാണ് സംസ്ഥാനത്ത് അറസ്റ്റിലായത്. 382 കേസുകൾ രജിസ്റ്റർ ചെയ്തു. നവമി ദിനേശ് വിവരങ്ങളുമായി ചേർന്നു. നവമി, സൈഹണ്ടിൽ അറസ്റ്റിലായവരുടെ എണ്ണം എടുക്കുമ്പോൾ ഇപ്പോൾ ഈ കമ്മീഷൻ പറയുന്നതടക്കവും കൂടുതൽ വിദ്യാർത്ഥികളാണ് ഇതിനകത്ത് പ്രതികളായിരിക്കുന്നത് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. അങ്ങനെ തന്നെയാണോ കണക്കിലാക്കേണ്ടത്? എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് വരുന്നത്? ഇന്നലെ അറസ്റ്റിലായവരുടെ വിവരങ്ങളടക്കം അത് എത്രത്തോളം വലിയ ഒരു നെറ്റ്വർക്കിന്റെ സൂചനകൾ നൽകുന്നു? അപർണ, എന്തായാലും ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞ കാര്യങ്ങൾ ഏറെ ഗുരുതരമുള്ളതാണ്, ഗൗരവത്തോടെ എടുക്കേണ്ടതാണ്. അതിനപ്പുറം ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം, കുട്ടികളെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ലഹരി മാഫിയകൾ പ്രവർത്തിക്കുന്നു എന്ന കാര്യം ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്നുണ്ട്. അതേ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒന്ന് തന്നെയാണ് ഈ സൈബർ തട്ടിപ്പ് എന്നുകൂടിയാണ് പോലീസ് പറയുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത് പ്രകാരം കോളേജുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇതൊരു വലിയ തരത്തിലുള്ളൊരു ബോധവൽക്കരണം നടത്തേണ്ട സമയമാണ് കൂടി പറയുന്നുണ്ട്. ഇവരുടെ ഓപ്പറേഷൻ ഏത് രീതിയിലെന്ന് വെച്ചാൽ, നമുക്കറിയാം ഓൺലൈനായി പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അത് വെർച്വൽ അറസ്റ്റ് അടക്കമുള്ളവയുണ്ട്. ഇതിൽ നിന്നും തട്ടിയെടുക്കുന്ന പണം ഈ സംഘം ഒരു അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നു. ഈ അക്കൗണ്ട് എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടേതായിരിക്കും. ആ വിദ്യാർത്ഥികളിൽ നിന്നും, അതായത് ഒരു ഏജന്റ് വഴി വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നു. അവരോട് പറയുന്നു, നിങ്ങളുടെ അക്കൗണ്ടിന്റെ എല്ലാ വിവരങ്ങളും, അതായത് അതിന്റെ ഉടമസ്ഥാവകാശം ഞങ്ങൾക്ക് തരികയാണെങ്കിൽ, അതിന്റെ ചെക്ക് ബുക്ക്, ATM കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് വരുന്ന പണം എത്രയാണോ അതിന്റെ ഇത്ര ശതമാനം കമ്മീഷനായി നിങ്ങൾക്ക് ലഭിക്കും. ആ പൈസ നിങ്ങൾക്ക് നിങ്ങളുടെ നിത്യ ചിലവിന് വേണ്ടി ഉപയോഗിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികളാണ്, അവർക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ സൗജന്യമായ ഒരു അക്കൗണ്ടിൽ പണം വരുമ്പോൾ അവർക്ക് അതിന്റെ കമ്മീഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് കുട്ടികളെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. അവരുടെ ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ആ പണം പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇവിടെ കൊച്ചിയിൽ ഇന്ന് അറസ്റ്റിലായ 3 പേർ, അത് കോളേജ് വിദ്യാർത്ഥികളാണ്. ഏലൂർ സ്വദേശി അഭിഷേക് വിജു, ചെങ്ങോല സ്വദേശി ഹാസിഫ്, എടത്തല സ്വദേശി അൽത്താഫ്. ഈ 3 വിദ്യാർത്ഥികളെയും ഒരു പെരുമ്പാവൂർ സ്വദേശിയായിട്ടുള്ള ഒരു ഏജന്റ്, അയാൾ മുഖേനയാണ് ഈ 3 വിദ്യാർത്ഥികളെയും കണക്ട് ചെയ്യുന്നത്. ഇവരിലേക്ക് പറയുന്നു, ഇവർക്ക് ഈ കാര്യം അറിയാം. അതായത് ഇത് വലിയ ഒരു സൈബർ തട്ടിപ്പിന്റെ തുകയാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നതെന്ന് ഇവർക്കറിയാം.
പക്ഷെ ഇവർ തന്നെ തന്റെ സഹപാഠികളെയും മറ്റ് കണക്ഷനുകളിലെ മറ്റ് സുഹൃത്തുക്കളിലുമൊക്കെ ഇക്കാര്യങ്ങൾ അറിയിക്കുന്നു. അവരോട് പറയുന്നത് ഓൺലൈൻ ഗെയിമിങ്ങിലൂടെ കിട്ടുന്ന പണം, അതായത് കുറച്ച് ആളുകൾ ഓൺലൈൻ ഗെയിമിംഗ് കളിക്കുന്നുണ്ട്, അതിൽ അവരുടെ അക്കൗണ്ടിലേക്ക് കൂടുതൽ പണം നിക്ഷേപിക്കാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ പണം ഇടുന്നുണ്ട്. ആ പണം ഞങ്ങൾക്ക് പിൻവലിച്ചു കഴിഞ്ഞാൽ ഇത്ര ശതമാനം കമ്മീഷൻ തരാം. അത് 5000 മുതൽ 20,000 രൂപ വരെ കമ്മീഷൻ നൽകുന്നതായും അന്വേഷണ സംഘത്തിന് വ്യക്തമാക്കുകയും ചെയ്തു. ഇന്നലെ മാത്രം ഇന്ന് പിടിയിലായ 3 പേരുടെ അക്കൗണ്ടിൽ നിന്നും 6 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് വ്യക്തമാകുന്നത്. അതായത് ഒരു ദിവസം മാത്രം 6 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ ആണെങ്കിൽ കഴിഞ്ഞ 2 വർഷമായി എത്രത്തോളം രൂപയാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്, അതിൽ എത്ര ശതമാനമാണ് ഇവർക്ക് കമ്മീഷൻ കിട്ടുന്നതെന്ന് ഊഹിക്കുന്നതിനുമൊക്കെ അപ്പുറത്തേക്കാണ്. പക്ഷേ ഇതിൽ ഇരയാക്കപ്പെടുന്നത് പാവപ്പെട്ട വിദ്യാർത്ഥികളാണ്. അവർക്ക് ഈ കമ്മീഷൻ കിട്ടുന്നു എന്ന വ്യാജേന അവരിലേക്ക് നൽകുന്നു. പക്ഷേ പോലീസ് പിടിക്കുന്നത് ഈ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണത്തിൽ അതിന്റെ ഉടമസ്ഥർ അല്ലെങ്കിൽ ആ അക്കൗണ്ട് എടുത്തിരിക്കുന്നത് ഈ ഏത് വിദ്യാർത്ഥിയുടെ പേരിലാണോ ആ വിദ്യാർത്ഥി ഈ കേസിൽ പ്രതിയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും ഈ തട്ടിപ്പ് നടത്തുന്നവർ ഒളിവിൽ തന്നെയാണ്. അവരെ പിടികൂടുന്നതിന് വേണ്ടി വലിയ വെല്ലുവിളിയാണ്. ഇപ്പോൾ തന്നെ ഇവിടെ നടന്ന തട്ടിപ്പിൽ ഇതിന്റെ പ്രധാനപ്പെട്ട ഏജന്റുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകൾ പ്രവർത്തിക്കുന്നത് ദുബായിൽ നിന്നുമാണ്. അവിടെ നിന്നാണ് പെരുമ്പാവൂർ സ്വദേശിയായ ഒരാളിൽ നിന്ന് ഒരു ഏജന്റ് മുഖേന ഈ വിദ്യാർത്ഥികളെ കണ്ടുപിടിക്കുകയും അവർക്ക് അവരുടെ അക്കൗണ്ടുകൾ ശേഖരിക്കുകയും ചെയ്യുന്നത്. 300 അക്കൗണ്ടുകൾ, കൊച്ചിയിൽ മാത്രം 300 അക്കൗണ്ടുകളാണ് ഇത്തരത്തിൽ പിടിച്ചെടുത്തിരിക്കുന്നതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇതിന്റെ ഒരു മ്യൂൾ അക്കൗണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ 300 അക്കൗണ്ടുകളാണ് മ്യൂൾ എന്ന രീതിയിലേക്ക് കമ്മീഷണർക്ക് കൊച്ചി അന്വേഷണ സംഘത്തിന് മനസ്സിലാകുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം തന്നെയാണ് ഈ ഓൺലൈൻ തട്ടിപ്പിന്റെ പേരിൽ നടന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ ഓപ്പറേഷൻ സേ ഹണ്ട് എന്ന പേരിൽ നടത്തിയിരിക്കുന്ന സൈഹണ്ട് എന്ന പേരിൽ നടത്തിയിരിക്കുന്ന വലിയ ഒരു റെയ്ഡ് തന്നെയാണ് സംസ്ഥാന വ്യാപകമായി നടത്തിയിരിക്കുന്നത്. അതിൽ ഇന്നലെ തന്നെ ADGP അതിന്റെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഇന്ന് കമ്മീഷണർ കൂടി ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുമ്പോൾ വലിയ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം തന്നെയാണ്, ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അപർണ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നവമി പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും അറിയാതെ വിദ്യാർത്ഥികൾ ഇതിനകത്ത് ഇരകളാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക, മ്യൂൾ അക്കൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും തിരിച്ചറിയാത്ത ഒരു ഘട്ടത്തിലേക്കൊക്കെ വരിക. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഹണ്ട് നടക്കുമ്പോൾ അതിൽ വിദ്യാർത്ഥികൾ തന്നെ കൂടുതൽ പ്രതികളാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിഷയം വരുമ്പോൾ ഇനി കോളേജുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പരിപാടികൾ പോലെയുള്ള കാര്യങ്ങൾ നടത്തുക മാത്രമാണോ പോലീസിന് മുന്നിലുള്ള വഴി? അങ്ങനെ ഒരു പദ്ധതി ഉണ്ടോ? കമ്മീഷണർ കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ടായിരുന്നു. അതെ, ഇനി ഈ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിലേക്ക് എത്തുമ്പോൾ അവർ ഈ കമ്മീഷൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു തുക ലഭിക്കുമെന്നൊരു അത് മാത്രമാണ് ഈ കുട്ടികളെ സംബന്ധിച്ച് അറിയാവുന്നത്. പക്ഷെ അതിന് പിന്നിൽ എത്രത്തോളം വലിയ കുറ്റകൃത്യങ്ങൾക്കാണ് അവരും പങ്കാളികളാണെന്ന് പലപ്പോഴും കുട്ടികൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പൈസ കാണുമ്പോൾ അല്ലെങ്കിൽ 5000, 6000, 10000 രൂപ കാണുമ്പോൾ കുട്ടികൾ അതിൽ മയങ്ങി വീഴുന്നതും ഈ ഒരു കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി മനസ്സിലാകാത്തത് കൊണ്ടാണ്. ആ സാഹചര്യത്തിൽ തന്നെയാണ് കമ്മീഷണർ വ്യക്തമാക്കുന്നത് കോളേജുകൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ കുട്ടികൾക്കൊരു ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടുകൾ ആർക്കെങ്കിലും മറിച്ച് വിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൈക്കലാക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ വലിയ ഒരു സംഘമാണുള്ളത്, വലിയൊരു തട്ടിപ്പ് സംഘമാണുള്ളത്. അത് നിങ്ങൾക്കും അതിന്റെ ഭാഗമാകുമ്പോൾ അതിൽ വലിയ രീതിയിലുള്ള ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളിലാണ് നിങ്ങൾ പങ്കാളികളാകുന്ന കാര്യം കുട്ടികളിലേക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി കോളേജുകൾ കേന്ദ്രീകരിച്ച് ഒരു ബോധവൽക്കരണ പരിപാടി തന്നെയാണ് സംസ്ഥാന പോലീസിന്റെ നേതൃത്വത്തിൽ നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അധ്യാപകരിലുമൊക്കെ ഇതിന്റെ ഒരു ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. പലർക്കും അറിയില്ല എത്രയും വലിയ കുറ്റകൃത്യങ്ങൾക്കാണ് അല്ലെങ്കിൽ എത്രയും വലിയ തട്ടിപ്പിനാണ് ഇവരൊക്കെ ഇരയാകുന്നതെന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല. ലഹരി പോലെ തന്നെ അത്രയേറെ വലിയൊരു മാഫിയ തന്നെ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ലഹരി പോലെ തന്നെ അത്രയേറെ ഗുരുതരമായിട്ടുള്ളൊരു കുറ്റകൃത്യം തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഈ ഒരു ഓൺലൈൻ തട്ടിപ്പിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു സ്മ്യൂൾ അക്കൗണ്ട് നൽകുന്നത് വഴി അവരും വലിയ വളരെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അത്. ഈ ഓപ്പറേഷൻ സൈഹണ്ടിൽ അറസ്റ്റിലായവരെല്ലാം വിദ്യാർത്ഥികളാണ് എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടപ്പൻ വാദ്യ പറയുമ്പോൾ ഈ വിദ്യാർത്ഥികൾ എങ്ങനെ ഇതിനകത്ത് പെടുന്നു എന്നുള്ള വലിയ ചോദ്യമുണ്ട്. ഈ വിദ്യാർത്ഥികളെ ഇതിനകത്ത് കുരുക്കുന്ന ഏജന്റുമാരെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ പോലീസിന് എത്രത്തോളം
സംബന്ധിച്ചിടത്തോളം വലിയ ചാലഞ്ചുകളുണ്ടാകും. പ്രത്യേകിച്ച് ഇതൊക്കെ ഓപ്പറേഷൻ നടക്കുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ്, വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആയതുകൊണ്ട് എന്നുള്ളൊരു വലിയ വിഷയമൊക്കെയുണ്ട്. ഏതായാലും വലിയ ഒരു ജാഗ്രത കോളേജുകളിൽ കൂടി കൊടുക്കുന്ന തരത്തിൽ ബോധവൽക്കരണ പരിപാടികളിലേക്ക് കടക്കുക കൂടിയാണ് പോലീസ്. നവമി ദിനേശ് ഞങ്ങൾ നൽകിയത്. നമുക്ക് സ്പോട്ട് ലൈവിൽ മറ്റു വാർത്തകൾ നോക്കാം. ഒരു ഇടവേളയ്ക്ക് ശേഷം.